നഴ്സിംഗ് പഠനത്തിന് ശേഷം പൂക്കളുടെ ലോകത്തേക്ക് തിരിഞ്ഞ ഒരു വനിതയെക്കുറിച്ച് കാണാം. വയനാട് മീനങ്ങാടിയിലെ പ്രജിഷ കൃഷി ചെയ്യുന്നത് 50-ലധികം ഇനത്തിൽപ്പെട്ട ആമ്പലും താമരയുമാണ്. മിക്കവയും പ്രജിഷ തന്നെ വികസിപ്പിച്ച ഇനങ്ങളാണ്. കൃഷിയിടത്തിൽ മീനങ്ങാടി കോട്ടക്കുന്ന് വീട്ടിലെ സംപ്രീതിന്റെ ഭാര്യയായ പ്രജിഷ പഠിച്ചത് നഴ്സിംഗ് ആണ്. പക്ഷേ താല്പര്യം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷിയോടായിരുന്നു. വിവാഹശേഷം പൂർണ്ണമായും കൃഷിയിലേക്ക് തിരിഞ്ഞു. കുഞ്ഞു മകളുടെ ആഗ്രഹത്തെ പിന്തുടർന്ന് 2020-ലാണ് ആമ്പലും താമരയും ചട്ടികളിൽ വളർത്താൻ തുടങ്ങിയത്. പ്രജിഷ സ്വന്തമായി വികസിപ്പിച്ച 50-ലധികം ഇനം ആമ്പലും താമരയും ഇപ്പോഴിവിടെ വളരുന്നുണ്ട്. പരിപാലിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ തണുത്ത കാലാവസ്ഥ പലപ്പോഴും വെല്ലുവിളിയാക്കാറുണ്ട്. ആമ്പലിൻ്റെയും താമരയുടെയും കിഴങ്ങുകൾ ആവശ്യക്കാർക്ക് നൽകുന്നതിലൂടെ വരുമാനവും ലഭിക്കുന്നുണ്ട്. എങ്കിലും പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള സന്തോഷമാണ് ഏറ്റവും പ്രധാനം. ഗ്രാഫ്റ്റിംഗ് ഒക്കെ എൻ്റെ ഹസ്ബൻഡ് സംപ്രീതാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ആമ്പൽ തന്നെ ഒരു 50 വെറൈറ്റിൻ്റെ മേലെയുണ്ട്. താമര അതെ കുറേ വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ കിഴങ്ങുകൾ ചെടികളൊക്കെ ഓൺലൈനിൽ പിന്നെ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, നഴ്സറിക്കാരുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് മെയിനായിട്ട് ചെയ്യുന്നത് കിഴങ്ങുകളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് ഓൾ ഇന്ത്യയിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൂവായിട്ട് നമുക്ക് അനുസരിച്ചിട്ടുള്ള പിന്നെ സ്പേസ് വേണം, ചെയ്യാൻ പറ്റും. ഒരേ വെറൈറ്റി തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ തയ്യാറെടുപ്പ് ചെയ്തു വരുന്നു.